ക്ഷമ ഈ ധാരാളം നന്മ മരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പലപ്പോഴും വീട് വയ്ക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം, അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ സഹായിക്കുന്ന നന്മ മരങ്ങളുടെ ഒരു നാടാണ്. ഈ അടുത്തായിട്ടാണ് ധാരാളം ആളുകൾ ഈ രംഗത്തേക്കും കൂടെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, ഇങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ഒരു നന്മ മരത്തിന് സഹായിക്കാൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ചികിത്സയിൽ കിടക്കുന്ന പിതാവാണ് രോഗി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്നെ താലോലിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിനെ താലോലിക്കണം, അങ്ങനെയാണെങ്കിൽ എന്തും ചെയ്യാൻ അദ്ദേഹം റെഡിയാണ്, എന്ത് സഹായവും ചെയ്യാൻ റെഡിയാണ്. ആ പെൺകുട്ടി ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയുള്ള കപടമുഖങ്ങളും ഈ ചാരിറ്റിയുടെ പേരിൽ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നൊരു 90% കപടമുഖങ്ങളാണ്. ബാക്കി ജെന്യൂനായിട്ടുള്ള ഒരു 10% ആളുകളാണ് യഥാർത്ഥത്തിൽ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ. അവർക്കിങ്ങനെ ഇതൊന്നും കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള കള്ള നാണയങ്ങളുണ്ട്. എന്താണ് അതിനകത്തെ സംഭവം? ഇത് വാക്കിയത്ത് കോയ എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ. ആദ്യം നമുക്ക് അയാളുടെ ആ സംഭാഷണം കേൾക്കാം, ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ മേഖലയും നോക്കി മോളെ. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളെ കൂടെ നിർത്താനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം മാർച്ച് മാസം കഴിയാതെ എനിക്കൊന്നും പറ്റൂല. അതാണ് എൻ്റെ വിഷയം. കാരണം നിന്നെ മനസ്സ് വേദനിപ്പിക്കാതിരുന്ന് നിന്നൊന്ന് ലാളിക്കാനൊക്കെ താല്പര്യമുണ്ട്. പിന്നെ അതിനൊന്നും ഇപ്പോൾ നീ തയ്യാറല്ല. നിനക്ക് പഠിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എന്നുള്ള കണ്ടീഷനാണ്. എന്നാലും ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒത്തു വരണ്ടേ. അപ്പോൾ ഇതാണ് ഈ വാക്കിയത്ത് കോയ പറയുന്നത്. വാക്കിയത്ത് കോയയ്ക്ക് മകളെ, അതായത് ആശുപത്രിയിൽ കഴിയുന്ന ആളുടെ അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞതാണ്. സർജറി കഴിഞ്ഞിട്ട് 20 ദിവസമായി. 1.5 ലക്ഷം, മൊത്തം 3 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവ്. ഇത് കോഴിക്കോട് മലബാർ ആശുപത്രി, സ്വകാര്യ ആശുപത്രിയാണ്. അവിടെയാണ് അദ്ദേഹം കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സർജറി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ കുടുംബത്തിന് സാധിക്കുന്നില്ല. ഇത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു. എൻ്റെ ഉപ്പ ഇങ്ങനെ ആശുപത്രിയിലാണ്, പിന്നെ ഇതുപോലെ ഒരു സഹായം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ സഹായം കിട്ടിയാൽ മാത്രമേ, 1.5 ലക്ഷം രൂപ കൂടി ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ട്, അടച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഉപ്പയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, ഞങ്ങൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്, സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയുടെ ഒരു വീഡിയോ. ഇതിന് 18 വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. അപ്പോൾ ഈ പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്ത ശേഷം ആണ് ഈ വാക്കിയത്ത് കോയ ഈ കുടുംബത്തെ, അതായത് കോഴിക്കോട് മലബാർ ആശുപത്രിയിൽ കഴിയുന്ന ഈ കുടുംബത്തെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ കുടുംബത്തോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സഹായിക്കാം, അതിനുള്ള ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തകനാണ്, അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇത് ശരിക്കും ഇയാൾ മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം സ്വദേശിയാണ് ഈ വാക്കിയത്ത് കോയ. ഇയാൾ ശരിക്കും കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇയാളുടെ. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് വൈറലാണ്. ഒരു നന്മമരമാണ് ജോണേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ കുട്ടി നോക്കിയപ്പോൾ ശരിയാണ്, നല്ലൊരു മനുഷ്യൻ, കുറച്ചുകൂടി പ്രായമുള്ളൊരു മനുഷ്യൻ. ആ പ്രായമുള്ളൊരു മനുഷ്യൻ വരുമ്പോൾ എന്താ സംഭവിക്കുക? തനിക്ക് ഒരു സഹായം, ഉപ്പയെ കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല ഇയാൾ പറയുന്നത് ഉപ്പയ്ക്ക് മാത്രമല്ല കുടുംബത്തിന് മൊത്തത്തിലൊരു സഹായം, നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീടും ഭൂമിയും അതിനുള്ള ചെയ്തു തരും. പിന്നെ ഈ പറയുന്ന പെൺകുട്ടി, 18 വയസ്സുള്ള പെൺകുട്ടിയെ പഠിപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കിത്തരും എന്നുള്ളതാണ് ഇയാളുടെ ഒരു വാഗ്ദാനം. അപ്പം ഇത് കേട്ട പെൺകുട്ടി വിചാരിച്ചു ശരിയാണ് എന്ന് പറഞ്ഞു, എന്ന് ഒരു തോന്നലുണ്ടാവുമല്ലോ. പ്രായമുള്ളൊരു മനുഷ്യനെ അങ്ങനെ പെട്ടെന്ന് തെറ്റിദ്ധരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് ഈ പെൺകുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞ സഹായം സ്വീകരിക്കാൻ ഈ കുടുംബം തയ്യാറായി. അങ്ങനെ ഈ പെൺകുട്ടിയെ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ കാറിൽ വിളിച്ച് കയറ്റി, എന്നിട്ട് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മരുന്ന്, ആവശ്യമുള്ള മെഡിസിൻ എന്തൊക്കെയാണോ അതെല്ലാം വാങ്ങിക്കൂട്ടി ഇയാൾ കാറിൽ കയറ്റിയപ്പോൾ കുട്ടിക്ക് കൂടുതൽ വിശ്വാസമായി. പിന്നെ ഇയാൾ വണ്ടി നിർത്തി കുട്ടിയോട് അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു.
അപ്പോൾ ഈ മരുന്ന് നമ്മൾക്ക്, ഈ മെഡിസിൻ നമ്മൾക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷം നമുക്ക് വയനാട്ടിലേക്ക് പോകാം. അവിടെ നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമുക്കവിടെ ഒരു റിസോർട്ട് റൂം എടുക്കാം. ഒരു റിസോർട്ടിൽ റൂം എടുക്കാം. അപ്പോൾ ആ റൂം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കഴിയാം. അവിടെ ശരീരം തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ എന്നോട് നിനക്ക് പിന്നെ എന്തും പറയാൻ ഉള്ള സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ ഒരു അകൽച്ചയാണ് നമുക്കിടയിൽ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയുടെ കയ്യിലാണ് ആദ്യം പിടിക്കുന്നത്. കയ്യിൽ പിടിച്ച ശേഷം അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്, രണ്ടാമത്തെ കാര്യം, എനിക്ക് നിന്റെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലല്ലോ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിത്തരാം, നിന്നെ നല്ല രീതിയിൽ ഞാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഈ കയ്യിൽ കയറി പിടിക്കുന്നത്. ഇതിന് ശേഷം നേരെ കോഴിക്കോട് ഈ ഹോസ്പിറ്റലിൽ വരുന്നു, ഈ ആശുപത്രിയിൽ വരുന്നു. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ഇയാൾ പറഞ്ഞു, നീ ഈ പറയുന്നത് പോലെ, ഞാൻ പറയുന്നത് പോലെ നമ്മൾ ഒരു ബന്ധം ആരംഭിക്കാമെങ്കിൽ നിന്റെ കുടുംബത്തിന് രാജകീയ ജീവിതമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കവളിൽ ഉമ്മ വെച്ചു. ശരി. ഇതോടുകൂടി പെൺകുട്ടിക്ക് പേടിയായി. ഈ പെൺകുട്ടി ഭയപ്പെട്ടു പോയി. കാര്യം ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ, ഇത്രയും ചെറിയൊരു പെൺകുട്ടി, അതിനെ വാഹനത്തിൽ കയറ്റുന്നു, അത് വിശ്വാസത്തോടു കൂടി പോകുന്നു, അതിനുശേഷം അതിനെ കയ്യിൽ കയറി പിടിക്കുന്നു, പിന്നീട് അതിൻ്റെ അനുവാദമില്ലാതെ അതിനെ ഉമ്മ വെക്കുന്നു. അതൊരു പിതാവിൻ്റേതെന്നോ അല്ലെങ്കിൽ പ്രായത്തിന് മുതിർന്ന ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയോട് കാണിക്കുന്ന സ്നേഹവാത്സല്യമായിട്ടോ ഒന്നും കാണാൻ പറ്റില്ല. വളരെ കൃത്യമായി ഒരു സെക്ഷൽ അസാൾട്ടിന് ശ്രമിക്കുകയാണ്. റിസോർട്ടിൽ കൊണ്ടുപോയി എന്ത് ലാളനയാണ്? റിസോർട്ടിൽ കൊണ്ടുപോയി ലാളിച്ചാൽ മാത്രമേ വാക്യത്ത് കോയയ്ക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണോ? അത് ആദ്യമായിരിക്കില്ല, ഒരുപാട് ലാളനകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും. ജോണേട്ടൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു കള്ള നാണയങ്ങൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് കൂടുതലാണ്, ധാരാളമുണ്ട്. ഒന്നോ രണ്ടോ പേരല്ല, ചാരിറ്റി ചെയ്ത് രക്ഷപ്പെട്ട എത്ര ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചാരിറ്റി പ്രവർത്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടി കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അദ്ദേഹം പുതിയ പുതിയ വണ്ടികൾ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചാരിറ്റിയാണ് നടക്കുന്നത്, ഭയങ്കരമായിട്ടുള്ള ചാരിറ്റി. ഇപ്പം എനിക്കൊന്ന് ഇന്നോവ ക്രിസ്റ്റയാണെന്ന് തോന്നുന്നു. ഞാൻ ഏറ്റവും അവസാനം കാണുമ്പോൾ അദ്ദേഹത്തിന് ഇന്നോവ ക്രിസ്റ്റയാണ്. അദ്ദേഹത്തിന് ഡ്രൈവറുണ്ട്. ഡ്രൈവറുടെ ശമ്പളം 25,000 രൂപയാണ് ഒരു മാസം. മന്ത്ലി സാലറി 25,000 രൂപ പ്ലസ് ബാറ്റ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ എത്ര രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റിയിലുള്ള വരുമാനം? അതാ ഈ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഫണ്ടിൽ നിന്ന് ഇവർ നല്ലൊരു ശതമാനം അടിച്ചു മാറ്റും, ഒരു പെർസെൻറ്റേജ് പറയും. അതായത് ഒരു കുടുംബത്തിന് സഹായം വേണം എന്ന് പറഞ്ഞ് ഇവരൊരു വീഡിയോ ചെയ്യും. ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തോട് പറയും, നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് എനിക്ക് ഈ അക്കൗണ്ടിലേക്ക് വരുന്നതിൽ നിന്ന്, അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതിൽ നിന്നുള്ള ഇത്ര പെർസെൻറ്റേജ് എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ഇവർ കാരണമായി പറയുന്നത്, നിങ്ങൾക്ക് വരുന്ന അധിക തുക മറ്റൊരാൾക്ക് വേണ്ടിയാണ്, അതായത് മറ്റൊരാൾക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ കേൾക്കുന്നവരെന്ത് ചെയ്യും? ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ കിട്ടി, പിന്നെ ബാക്കിയുള്ളത് എന്തിനാണ് നമുക്ക്? ഇത് ശരിക്കും ഒരു വലിയ കച്ചവടമാണ്, ഇത് ചെറിയ കച്ചവടമല്ല. ഇത് ഈ അവയവം കൈമാറ്റം അടക്കമുള്ള പരിപാടി ഇവരുടെ കയ്യിലുണ്ട്. അതായത് നമ്മൾ മുമ്പ് ഒരു ചാനലിൽ പ്രവർത്തിച്ച സമയത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ അവയവ കച്ചവടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ധാരാളം സ്ത്രീകൾ കിഡ്നി കൈമാറ്റത്തിന് തയ്യാറാകുന്നു. ഇതിൽ എനിക്ക് സംശയമുണ്ടെന്നാണ് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ പരാതി. അദ്ദേഹം പറയുന്നത് ഇത് കച്ചവടമാണെന്നാണ്. അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകൾ എങ്ങനെയാണ് പോകുന്നത്? ആ ഒരു പഞ്ചായത്തിലെ ഒരുപാട് സ്ത്രീകൾ അങ്ങോട്ട് പോയിട്ട് ഈ അവയവദാനത്തിന് സമ്മതപത്രം എഴുതി കൊടുക്കുകയാണ്, ഒപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലാണ് അദ്ദേഹത്തിൻ്റെ പരാതി. ആ പരാതി ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്, PHQയിൽ കിടപ്പുണ്ട് ആ പരാതി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ട് ഈ പരാതി. അപ്പോൾ ഇവരെ കണ്ടെത്തി കൊടുക്കുന്നത് പോലും ഇവരാണ്. അതായത് ഇത്തരം പാവപ്പെട്ട ആളുകളെ ഈ വാഗ്ദാനം നൽകി, അതായത് ഇത്ര രൂപ നൽകാമെന്ന് പറഞ്ഞ് അവയവദാനത്തിന് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത് പോലും ഇവരാണ്.
ഇതൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടാണ്, നേരത്തെ തന്നെ കിടക്കുന്ന റിപ്പോർട്ടുകളാണിത്. അപ്പോൾ ഇത്തരം ആളുകളെ പുറത്ത് കാണിക്കണം. ആ കുട്ടി കാണിച്ച ധൈര്യം, നടക്കാവ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഇയാൾക്കെതിരെ. കുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ട്, ഇയാൾ മുങ്ങിയിരിക്കുകയാണ്. അയാൾ മുങ്ങിയിരിക്കുകയാണ്. ഒന്ന് പീഡന ശ്രമം, പ്രേരിപ്പിക്കൽ, ഭീഷണി, തട്ടിപ്പ്, തട്ടിക്കൊണ്ടുപോകൽ, എല്ലാ വകുപ്പും ഉണ്ട്. എല്ലാ വകുപ്പും ഉണ്ട്. അപ്പോൾ ഈ നൗഷാദ് തക്കയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ പിന്നെ ഈ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഹോസ്പിറ്റലിനോട് സംസാരിപ്പിച്ചു. അപ്പോൾ ഹോസ്പിറ്റൽ കുറച്ച് പൈസ അതിൽ കുറച്ചു കൊടുത്തു. ആ തുക അടച്ച് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഉപ്പയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു പുതിയ വീടും വാടകയ്ക്ക് എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരും ഇപ്പുറത്തുണ്ട്. നമ്മളെല്ലാവരെയും അല്ല പറയുന്നത്. ജോണേട്ടൻ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം കള്ളന്മാരാണ്, എന്നാൽ അതിൽ നല്ല ആളുകളും ഉണ്ട്. ഈ നല്ല ആളുകളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവര് പെരുമാറുന്നത്, ഈ കൂട്ടങ്ങളുടെ പ്രവൃത്തി. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഏത് ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നാലും ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്തതിന് ഇയാൾക്ക് ഇത്ര രൂപയാണ്, ആ രൂപ കൊടുക്കുന്നത് മറ്റൊരു ചാരിറ്റി ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവർക്കും പരാതിയില്ല. മാത്രമല്ല അവർക്ക് ഇങ്ങനെ ഒരാളെ സഹായിക്കും, കിട്ടേണ്ട പൈസ കിട്ടിക്കഴിഞ്ഞു. അതെ, ആ സമയത്ത് അവർ പിന്നെ വേറെ ഈ കാശ് മൊത്തം കൊണ്ടുപോകണം എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അതെ, ഞാൻ വേറൊരാളെ കുറിച്ച് പറഞ്ഞുതരാം. ഒരു മീഡിയ പേഴ്സൺ ഉണ്ട്. പിന്നെ അദ്ദേഹം ഒരു ചാനൽ നടത്തുന്ന ആളാണ്. നമ്മളെപ്പോലെ ഈ ഡിസ്കഷനൊന്നുമല്ല, ഇദ്ദേഹം പുറത്തിറങ്ങിയുള്ള വർക്കാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം ഒരു വണ്ടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, ക്യാമറാമാൻ എല്ലാവരും കൂടെ വരും. പ്രതികരിപ്പിക്കാൻ വേണ്ടി കുറേ പേരെ കൊണ്ടുവരും. ഒരു വാർത്തയിൽ പ്രതികരിപ്പിക്കാൻ ഇത്ര പേര് സെറ്റ് ചെയ്തിരിക്കുകയാണത്. ഞാനിത് കണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം വരും, ഇദ്ദേഹം ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യും. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അതിനോട് ഈ വാർത്തയെ അനുകൂലിച്ച് ഈ വാർത്ത ശരിയാണ് എന്ന് പറയുവാൻ വേണ്ടി ഇദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ, അവർക്ക് ഇത്ര രൂപയാണ് കാശ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ പാർട്ടിയുടെ പരിപാടികളുണ്ടല്ലോ, ഈ ആളില്ലാത്ത പാർട്ടികളുണ്ടല്ലോ, അവരൊക്കെ എന്തെങ്കിലും ഒരു പ്രതിഷേധ പരിപാടി നടത്തുകയാണെങ്കിൽ ആ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ 500 രൂപയും ബിരിയാണിയും തരും, ഒരു കുപ്പി വെള്ളവും തരും. എൻ്റെയൊക്കെ പിന്നെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പോകാറുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഈ പരിപാടിക്ക് പോകാറുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്കൊക്കെ രാഷ്ട്രീയ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പോകാറില്ല. പക്ഷേ അന്ന് 200 രൂപയും ബിരിയാണിയായിരുന്നു. ഇന്നിപ്പോൾ അത് 500 രൂപയും ബിരിയാണിയുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്നാണ് പ്രതികരിപ്പിക്കുന്നത്. വളരെ ഫേമസ് ആണ് ഇദ്ദേഹം. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം ആരാണെന്ന് ജോണേട്ടനും അറിയാം, എനിക്കും അറിയാം. നമ്മൾ ഇന്നലെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇദ്ദേഹത്തെ കുറിച്ച്. അപ്പോൾ ഇദ്ദേഹവും ഒരു കള്ള നാണയമാണ്. ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് ഈ അനുകൂലമായി ഇദ്ദേഹം പറയുന്ന കഥയ്ക്ക് അനുകൂലമായിട്ട് ആ കഥയെ ശരിവെക്കുന്ന തരത്തിലാണ് ഈ വരുന്നവരുടെ പ്രതികരണം. അവരെ കാശ് കൊടുത്ത് കൊണ്ടുവരുന്നതാണ്. ഞാനിത് കൊല്ലം കൊട്ടിയത്ത് കണ്ടതാണ്. കൊട്ടിയത്ത് ഒരു പഴയ വാർത്ത സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിനിടെ ഇങ്ങനെ വന്നവരെ, അതായത് ഇദ്ദേഹം കൊണ്ടുവന്നവരെ, ഇദ്ദേഹം ആദ്യം വന്നു, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു, ഇദ്ദേഹത്തോട് പ്രതികരിക്കാൻ. അതായത് ഞങ്ങളവിടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊന്നൊരു മെയിൻ സ്ട്രീം ചാനലിൽ നിൽക്കുന്ന റിപ്പോർട്ടറാണ്. നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുവരെ ആ കുടുംബത്തിൽ സംസാരിക്കാൻ ആരും ഇല്ലാതെ ഇരിക്കെ ഇത് വന്ന് എന്താ പറയുക, നാടകം പോലെ ആളുകൾ സംസാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഞാനും ആലോചിച്ചു, എന്താ ഇവരൊന്നും നമ്മൾ ലൈവിൽ നിൽക്കുമ്പോൾ ഈ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണം, ആ സംഭവത്തിലെ റിലേറ്റീവ്സിൻ്റെ പ്രതികരണം തേടിയിരുന്നു. അപ്പോൾ നമ്മൾ മൈക്ക് വെച്ചപ്പം അവരൊന്നും അങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്നത് കൊണ്ട്, ഒരു കുട്ടിയുടെ മരണമാണ്, അതൊരു സൂയിസൈഡായിരുന്നു. അപ്പോൾ അവരാരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ ദുഃഖമാണ്. നമുക്ക് കൂടുതലൊന്നും ചോദിക്കാൻ, പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലെ ചോദിക്കാൻ നമുക്ക് പറ്റില്ല. PCR എന്ന് ചിലപ്പോൾ പറയും, അവിടെ ഇരിക്കുന്നവർ പറയും അങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും എന്നൊക്കെ പറയും. നമ്മളത് കേൾക്കാൻ നിൽക്കാറില്ല. കാര്യം ഒരു മരണ വീട്ടിൽ നിന്ന് നമ്മൾ ഈ തല്ലിപ്പൊളി പരിപാടി നടത്തുന്നത് ശരിയല്ലല്ലോ. നമ്മളതൊരു ലിമിറ്റിൽ വെച്ചുള്ള ചോദ്യങ്ങളെ ഞാൻ ചോദിക്കാറുള്ളൂ. എന്താണ് സംഭവിച്ചതെന്നോ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ.
അല്ലാതെ നമ്മൾ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് അതെ എത്രത്തോളം വേദനയുണ്ട് അവരുടെ വേദനയെ ഇരട്ടിയാക്കാൻ നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മളിത് കേൾക്കില്ല. എനിക്ക് പലപ്പോഴും മെമ്മോയും കിട്ടിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ചോദിക്കാത്തതിന്. അപ്പോൾ ഇദ്ദേഹത്തിന് വന്ന് കുറേ പേര് വന്ന് പ്രതികരിക്കുന്നു ആളുകൾ. പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബൈ റോഡ് വഴിയാണ് പോകുന്നത്. ഈ ബൈ റോഡ് വഴി പോയപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അരികിൽ നിൽക്കുകയാണ്. ഇവർക്കെല്ലാം ഗ്ലാസ് തുറന്നിട്ട് ഇദ്ദേഹം പൈസ കൊടുക്കുകയാണ്. അത് ശരി. ഇവർക്ക് എല്ലാവർക്കുമല്ല, ഒരാൾക്ക്. ഞാനിത് വളരെ കൃത്യമായി കണ്ടതാണ്. നമ്മളിത് കൃത്യമായി കാണുകയും ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കള്ള നാണയങ്ങൾ ധാരാളം ഉണ്ട്. അതെല്ലാ മേഖലയിലും ഉണ്ട്. ചാരിറ്റി മേഖലയിൽ കൂടുതലാണ്. ഇപ്പം ഞാൻ ഈ മാധ്യമപ്രവർത്തകൻ്റെ കാര്യം പറയാൻ കാരണം ഇദ്ദേഹവും ഈ ചാരിറ്റി പരിപാടികളൊക്കെ ചെറുതായിട്ട് നടത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിനും കുറച്ച് ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലും ഉണ്ട്. നിങ്ങൾ ഇവരെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ നിങ്ങൾ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, ഈ പണത്തിൽ ഒരു ഭാഗം പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് എന്ന് വെച്ച് നിങ്ങൾ ആരെയും സഹായിക്കാതിരിക്കരുത്. അവർ സ്വയം വന്നൊരു ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ, ഇപ്പോൾ ആ പെൺകുട്ടി അതിൻ്റെ ഉമ്മ, എനിക്കൊന്ന് ആ വീഡിയോയിൽ അവർ രണ്ടുപേരുമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അവരിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ പോയി അവരുടെ കോൺടാക്ട് നമ്പർ ചോദിച്ച് അവർക്ക് സഹായം ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നൗഷാദ് തെക്കയിലിനെ പോലെയുള്ള നല്ല മനുഷ്യരെ വഴി കോൺടാക്ട് ചെയ്യുക. അല്ലാതെ ഇത്തരത്തിൽ ഒരു സൈഡിൽ ചാരിറ്റിയും മറു സൈഡിൽ ശരീരവും മാംസം കൊതിക്കുന്ന ആളുകളെ. അപ്പോൾ ഇയാളുടെ പിന്നെ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ജോണേട്ടൻ പറഞ്ഞതുപോലെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സ്ഥിരം പരിപാടിയല്ലിത്. ഇത് ഒരുപാട് ഇടങ്ങളിൽ വിജയിച്ച പരിപാടി ഇവിടെ താൽക്കാലികമായി പരാജയപ്പെട്ടു. അതേ സംഭവിച്ചിട്ടുള്ളൂ. ഒരുപാടിടത്ത് ഈ പറയുന്ന കോയ ഇക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ലാളനകളിൽ അതെ വിജയിച്ചിട്ടുണ്ട്. മുള്ളുമുരുക്കിന്റെ ഒരു പ്രശ്നം നാട്ടിൽ ഒരുപാടുണ്ട്. നമുക്ക് നട്ടു വളർത്താൻ പറയണം. ശരി.